കണ്ടാലോ പ്രാണനും ജീവിതവും നൽകി സ്നേഹിച്ചിട്ടും സ്നേഹം പൂർണ്ണമായി വഞ്ചിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹൃദയം നൽകി സ്നേഹിച്ചിട്ടും തിരസ്കരിക്കപ്പെട്ട അനുഭവം ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഓർത്തോ, ഉയിരും ഉശിരും നൽകി സ്നേഹിച്ചിട്ടും സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അടയാളമായ ചുംബനത്താൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവനാണ് ക്രിസ്തു. ഒറ്റപ്പെടലിൻ്റെ ക്രൂരമായ നിശബ്ദത അവൻ അനുഭവിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ തനിച്ചാണ് എന്ന് തോന്നുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ ക്രൂരമായ നിശബ്ദത അനുഭവിക്കുമ്പോൾ, എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയ ക്രിസ്തു നിനക്ക് താങ്ങാകട്ടെ. ആമേൻ. നീ മാന്യയായിടുവാ പൗരാണിക ഈജിപ്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അവതാരങ്ങളായിരുന്നു. നീ എൻ്റെ ഭാഗ്യചിഹ്നമാണ്, ഉയർച്ചയിലേക്കുള്ള രാശി. പ്രഭു, സന്ദർശകൻ. യൂദയ രാജാവ് ഹെറോദസ് ശിക്ഷ നടപ്പാക്കുവാൻ യേശുവിനെ റോമൻ സ്ഥാനപതിയുടെ അടുക്കലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ തിടുക്കം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത ജനമാണ്. സമൂഹത്തിൽ ഒരു തിന്മ കണ്ടെത്തിയാൽ അത് ഇല്ലായ്മ ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. ഓ, എന്തൊരു നീതിബോധം! പുലർക്കാലത്തിനു മുമ്പ് ഞാനൊരു വട്ടം ഈ മനുഷ്യനെ വിചാരണ ചെയ്തതല്ലേ? ഗവർണർ അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ കുറ്റവാളിയെ ഹെറോദേസിന്റെ പക്കലേക്ക് അയച്ചത്. അപ്പോൾ മരണത്തിന് ഹേതുവായ ഒരു കുറ്റവും ഹെറോദേസും കണ്ടെത്തിയില്ല. ആ മനുഷ്യൻ ഈ ലോകത്തിലില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റോമാ ഭരണകൂടത്തിന് ഉത്കണ്ഠയില്ല. പക്ഷേ നല്ലവണ്ണം തൊഴിൽ ചെയ്തിരുന്ന 2 ചുങ്കം പിരിവുകാരെ അയാൾ വശീകരിച്ചു. അതുമൂലം 2 ഗ്രാമങ്ങളിലെ നികുതി വരുമാനം കുറഞ്ഞു. നികുതി പിരിവിൽ റോമാ സർക്കാരിന്റെ ബഹുമതി പത്രം നേടിയവരായിരുന്നു 2 പേരും, സക്കായിയും മത്തായിയും. എന്തു ഭ്രാസഭംഗിയുള്ള പേരുകൾ! ഗവർണർ, വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ കാണരുത്. ഭീകരനാണവൻ, കൊടും ഭീകരൻ. ജെറുസലേം ദേവാലയം തകർത്ത് 3 ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന് വീമ്പിളക്കിയവൻ. ദേവാലയത്തിലെത്തിയ വിശ്വാസികളെ ചാട്ടവാറുകൊണ്ട് മർദ്ദിച്ചവൻ. നേർച്ചക്കാഴ്ചകൾ അപഹരിച്ചവൻ. നാണയമാറ്റക്കാരുടെ പണപ്പെട്ടികൾ പിടിച്ചെടുത്തവൻ. അവൻ ഞങ്ങളെ കൊതുകുകളെ അരിച്ചു നീക്കുകയും ഒട്ടകങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്ന കുരുടരായ വഴികാട്ടികളെന്ന് ആക്ഷേപിച്ചു. പിന്നെ വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് അഭിസംബോധന ചെയ്തു. റോമൻ ഗവർണർ വിചാരണ ചെയ്യത്തക്ക ഗൗരവ സ്വഭാവം ഈ ആരോപണങ്ങളിൽ നിഴലിക്കുന്നില്ല. നിങ്ങളുടെ സൻഹെദ്രീനിൽ തീർപ്പ് കൽപ്പിക്കാവുന്ന ലഘുവായ പ്രശ്നങ്ങൾ. വിധി നടത്താൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഞങ്ങൾ റോമാ കൈസറിന്റെ വെറും പ്രജകൾ. ഈ കുറ്റവാളിയെ വിട്ടയച്ചാൽ ഗവർണർ പീലാത്തോസ്, നിങ്ങൾ കൈസറിന്റെ ശത്രുവാകും. തന്നെ തന്നെ രാജാവാക്കുന്ന ഏവരും കൈസറിന്റെ ശത്രുവാകുന്നു. റോമിലെ കൈസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല.
ക്രൂശുമരണത്തിൽ വിധിക്കപ്പെടുന്ന ആ മനുഷ്യനെ ജനങ്ങളുടെ ഇടയിലൂടെ ഭാരമുള്ള കുരിശും ചുമത്തി നടത്തിക്കുന്നു. ശിരസിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന മുൾമുടി, രക്തത്താൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ. ആ മനുഷ്യനെ സഹായിക്കാനോ ഒരു ആശ്വാസവാക്ക് പറയാനോ ആരുമില്ല. എങ്കിലും ഇതൊന്നും ഗവനിക്കാതെ തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ ആ മനുഷ്യൻ ഇതെല്ലാം സഹിക്കുന്നു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നുമകനെ, എനിക്കിത് കാണേണ്ടി വന്നല്ലോ. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കിത് സഹിക്കാൻ വയ്യ. മകളെ, കരയണ്ട, വിഷമിക്കാതിരിക്കും. എനിക്ക് ദാഹിക്കുന്നു. കേട്ടില്ലേ, ദൈവത്തിന് ദാഹിക്കുന്നു പോലും. ആ പഞ്ഞെടുത്ത് വിനാഗിരിയിൽ മുക്കിക്കൊടുത്തു, അവന്റെ ദാഹം മാറട്ടെ. കുടിക്കി കുടിക്കി, നിന്റെ ദാഹം തീരട്ടെ. അവന്റെ ദാഹം മാറി. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്തു. യേശു മരിച്ചു കഴിഞ്ഞു എന്നതിനാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരാൾ വന്ന് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. അരുമശിഷ്യർ ഓടി ഒളിച്ച അപകടവേളയിൽ അരിമത്തിയാക്കാരനായ ജോസഫ് വഞ്ചനയുടെ പര്യായമായ പീലാത്തോസിൽ നിന്ന് ഈശോയുടെ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് മകനും മരണശിക്ഷ വിധിച്ചപ്പോൾ ചങ്ക് തകർന്നെങ്കിലും ആ അമ്മ അവന്റെ മരണവഴിയിലൂടെയുള്ള യാത്രയിൽ പങ്കാളിയായി. മകനെ ഏൽക്കുന്ന ഓരോ ചാട്ടവാറടിയും വേദനിപ്പിച്ചത് അവളുടെ ഹൃദയത്തെയായിരുന്നു. ഒടുവിൽ മകന്റെ മൃതശരീരം മടിയിൽ കിടത്തിയപ്പോഴും നിസ്സഹായായിരുന്നു ആ അമ്മ. പരിശുദ്ധമായ ആ ദിവ്യ ശരീരം ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച അരിമത്തിയാക്കാരനായ ജോസഫിന് സ്വന്തമായി ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന നിക്കോദേമോസും ചേർന്ന് മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യങ്ങളോട് കൂടെ കച്ചയിൽ പൊതിഞ്ഞ് വെട്ടിയൊരുക്കിയ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു.
പീലാത്തോസ് വെള്ളമെടുത്ത് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി വേർതിരിച്ച മനുഷ്യപുത്രൻ മാനവരാശിക്ക് വേണ്ടി തന്റെ ചോര വാർത്തൊഴുക്കി ക്രൂശിക്കപ്പെട്ടു. മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും പാപമോചനത്തിനായി ഗാഗുൽത്തായിൽ തന്റെ ബലി അർപ്പിച്ചു കഴിഞ്ഞു. ഭയവിഹ്വലതയുടെ ദിനരാത്രങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവിനെ കുരിശിലേറ്റിയിട്ടും ജനപ്രമാണിമാരുടെയും പ്രധാന പുരോഹിതരുടെയും അങ്കലാപ് മാറിയിരുന്നില്ല. താൻ മരിച്ചതിനു ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന അവന്റെ പ്രവചനം അവരിൽ അസ്വസ്ഥത ഉളവാക്കി. എന്തിനും ഏതിനും മടിക്കുന്ന റോമാ സാമ്രാജ്യത്തിന്റെ തലവനായ പീലാത്തോസിന്റെ അരമനയ്ക്ക് മുമ്പിൽ പടയാളികൾ വട്ടം കൂടി. രാജാവേ, അങ്ങ് അതീവ ദുഃഖിതനായിരിക്കുന്നല്ലോ. എന്തു പറ്റി? കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേമിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. എന്ത്? റോമാ സാമ്രാജ്യത്തിന്റെ തലവനായ അങ്ങയുടെ മനസ്സ് അസ്വസ്ഥമായെന്നോ? അവിശ്വസനീയം. യജമാനെ, യൂദന്മാരുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്ന ആ നസ്രാനായ യേശുവിനെ നാം വധിച്ചെങ്കിലും അവനെ കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മരിച്ചാലും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതായി ഞങ്ങൾ ഓർക്കുന്നു പ്രഭു. അതിനാൽ 3 ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ അങ്ങ് ഉത്തരവിടണം. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ പ്രവചനം ആദ്യത്തേനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. ഇത്ര പേടിയോ? എങ്കിൽ നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ. പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുന്നു. അങ്ങനെ അവർ കല്ലറയ്ക്ക് കാവൽ നിന്ന് കല്ലറ ഭദ്രമാക്കി. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും അഭിഷേകം ചെയ്യുന്നതിന് സുഗന്ധദ്രവ്യങ്ങളുമായി ശവകുടീരത്തിലേക്ക് പോയി. ഇവിടെ യേശുവിന്റെ ശരീരം കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ. സ്ത്രീ, നീ ആരെയാണോ അന്വേഷിക്കുന്നത്? അവനിവിടെ ഇല്ല. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അവൻ